ജസ്റ്റ് ഒന്ന് അംബാസഡർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഇതൊക്കെ ബ്ലാക്ക് അടിക്കണമെന്നില്ല, തുടച്ചെടുത്താലും മതിയെന്ന് തോന്നുന്നു. ബ്ലാക്ക് അടിച്ച് പൊളിഞ്ഞു പോകത്തില്ല. പഴയ മാർക്ക് 1 or 2 കൊണ്ടായിരുന്നു ഇതിൻ്റെ ഡിസൈൻ പാർട്ടി. നമുക്ക് പഴയ രജിസ്ട്രേഷൻ അതാണ് എനിക്ക് അംബാസഡറിൽ മെയിനായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു സംഭവം. പിന്നെ ഒരു ഡിക്കി ഭാഗങ്ങളും. ഇപ്പോൾ വേറെ ദിവസം എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളും. അത്യാവശ്യം നമ്മുടെ സ്റ്റീൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ ഇതിലും കാര്യങ്ങളൊക്കെ വെച്ച് ഇനിയിപ്പോൾ ബമ്പർ വെക്കാനുണ്ട്. ഇവിടെ ഒരു ക്രോം പ്ലേറ്റ് പോലത്തെ സാധനം വന്നിട്ടുണ്ട്, അതും വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും അതേപോലെ സ്ക്രൂ ചെയ്യാനുണ്ടല്ലേ. സ്ക്രൂ ലോക്ക് ഇടാനേ ഉള്ളൂ. ബാക്കി RPM എന്നാണ്. RPM മൾട്ടി കാർ ബ്രാൻഡാണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തുള്ള പെയിൻറ്റിങ് കാര്യങ്ങളും മെക്കാനിക്കൽ അതായത് ലക്ഷറി ആയിട്ടുള്ള വണ്ടികളാണ് ഇവിടെ ചെയ്യുന്നത്. BMW, Audi അങ്ങനെയുള്ള ലക്ഷറി ആയിട്ടുള്ള പ്രീമിയം കാറുകളും ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ അംബാസഡർ മെയിനായിട്ട് നോക്കാം. നമ്മൾ ഡിക്കി അടച്ചിട്ടുണ്ട്. ഡിക്കി അടച്ചപ്പോൾ ആ ക്യൂട്ട്നെസ് നോക്കിക്കേ. ബാക്കിയുള്ള നമ്മളിനി ബമ്പറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഫുള്ള് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ബാക്കിയുള്ള നമ്മുടെ സംഭവങ്ങളൊക്കെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ലൈറ്റിൽ വരുന്ന സ്റ്റീൽ ക്രോമാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ വരുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ വരും. അല്ല ഇനിയിപ്പോൾ ഇത് വെക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ ബമ്പറിൻ്റെ സ്റ്റീൽ ക്രോമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ പീസും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്കിത് കാണിക്കാം. ബാക്കി ഇതിൻ്റെ ഫ്രണ്ടിലെ കുറച്ച് ഗ്രില്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനി നമുക്ക് നോക്കാം. ഫ്രണ്ടിലെ ഗ്രില്ല് അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻജിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഒരു പഴയ എൻജിനും കാര്യങ്ങളൊക്കെയാണ്. നിറച്ച് പൊടിയും ഡസ്റ്റൊക്കെയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഈ ഒരു ഡിസൈൻ പാർട്ട് കണ്ടിട്ടൊരു 2000 മോഡലാണെന്ന് തോന്നുന്നു അംബാസഡർ. ഇനി പഴയ വണ്ടി പുതിയ മോഡലിലേക്ക് ആക്കുവാണോന്ന് അറിയത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വണ്ടി നല്ല ക്യൂട്ടാണ്. അംബാസഡർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു മോൾഡിങ് ഒക്കെ ഇല്ലേ, അത് പ്രത്യേക ഫീലാണ് നമുക്ക് പണ്ട് തൊട്ടേ കാണാനും. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്സൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. ഈ ഒരു സൈഡിലെ ഗ്ലാസും കാര്യങ്ങളും നല്ല രസമാണ്. ഇതിലിരുന്ന് ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്തൊരു ഫീലും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പണ്ടത്തെ ഇന്നസെൻറ്റിൻ്റെ ഒരു പടത്തിലൊരു ബ്ലാക്ക് അംബാസഡർ ഉണ്ട്. അതിൽ ഇന്നസെൻറ്റ് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് ആ വണ്ടിയിൽ കയറാനായിട്ട്. നമ്മൾ ഈ ഒരു ബ്ലാക്കിൽ വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വന്നിരുന്ന് നല്ല കുഷ്യനൊക്കെ ആയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ.
ഈ ഒരു മുട്ട അതാണ് എനിക്ക് അംബാസഡറിൽ മെയിനായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു സംഭവം. പിന്നെ ഒരു ഡിക്കി ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസൈൻ പാർട്ടൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതുപോലെ തന്നെ എനിക്ക് അംബാസഡർ അത്ര ഇഷ്ടം. പിന്നെ നമുക്കിവിടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ വെക്കാനുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെയാണ് പിന്നെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞെങ്കിൽ അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ അംബാസഡറിൻ്റെ അവസ്ഥ. നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഹാൻഡിലൊക്കെ വെച്ചു. അപ്പുറത്ത് വെച്ചോ? ഇനി ഇപ്പുറത്ത് വെക്കാനുണ്ട് 2 കൂടി. ഇവിടെ 2 വെക്കാനുണ്ട്, ഇവിടെ 1 വെക്കാനുണ്ട്, ഈ ഒരു പീസും വെക്കാനുണ്ട്. ഇത് വെച്ചു കേട്ടോ, ഇത് വെച്ചു. ഇനിയിപ്പോൾ ബമ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതേപോലെ നമ്പർ പ്ലേറ്റിൻ്റെ അടുത്ത് കുറച്ച് സ്റ്റീൽ ക്രോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ വന്നതിന് ശേഷം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞു, സെറ്റാക്കിയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കത് കാണിക്കാൻ പറ്റിയില്ല, സോറി. ആ സൈഡ് വെക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഓണർ, മീൻസ് ചരത്തെന്നല്ല പേര്, ചരത്താണോ ഇത്? അയ്യോ അല്ല, പുള്ളിയുടെ വണ്ടിയല്ലേ, ഓണറിൻ്റെ വണ്ടിയല്ലേ? നമ്മൾ ഇത് ഒടിഞ്ഞു പോയ പീസ് അല്ലേ? ഇത് ഒടിഞ്ഞു അല്ല? ഉണ്ടാവുന്നതാണ് ചേട്ടാ ഒറിജിനൽ മുതലാളി അല്ലേ? അതാണ് മുതലാളി ഈ പോകുന്നത്. ഈ വണ്ടി ഈ സ്ഥാപനത്തിൻ്റെ മുതലാളിയാണ് പോകുന്നത്. എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ട് അത് ശരിയാക്കാനായിട്ട് പോകാം കേട്ടോ. ആണോ? എല്ലാം അങ്ങനെ തന്നെയാണോ? ഓക്കെ ഓക്കെ. ഇത് 2 പീസാട്ടെ. ഇത് പറഞ്ഞ 2 പീസാട്ടെ. ഇവിടെ വന്നിട്ട് ഇതിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് മറ്റേത് ഹാൻഡിൽ. ഞാൻ ഓർത്ത് ഇതെല്ലാം ഒറ്റ പീസായിട്ട്. ഇതാണ് ഇവിടെ ഒരു ചെറിയൊരു മോൾഡിങ് പോലെ വന്നിട്ട് നമ്മൾ ഇതിലേക്ക് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഈ ഡോറിൻ്റെ അംബാസഡറിൻ്റെ ഡോറിൻ്റെ ഹാൻഡിൽ അങ്ങനെയാണ് കേട്ടോ. നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ നമ്പർ പ്ലേറ്റൊക്കെ വെച്ചു കേട്ടോ. നമ്പർ പ്ലേറ്റ് ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഡിക്കി താത്തണോ?
ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ ക്രോം പോലത്തെ ഒരു സാധനം ഒരു ലൈറ്റ് വരുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിടാം. ഇവിടെയും ഇനിയിപ്പോൾ സ്ക്രൂ ഒക്കെ ഇട്ടാൽ നോക്കിയിട്ട് നമ്മുടെ ബാക്കിൽ ബമ്പറിൻ്റെ മറ്റേ ക്രോമിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ സ്ക്രൂ ഒക്കെ ഇടാം. നമുക്ക് ഫ്രണ്ടിൽ ബമ്പറിൻ്റെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സെറ്റ് ചെയ്ത് നോക്കണമല്ലോ സെറ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രമല്ല നീ ലൈറ്റും കാര്യങ്ങളും ഉണ്ടോ? അപ്പോൾ അഴിക്കും അത്. ചെറുതായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പർ പ്ലേറ്റിന് താഴെ വരുന്ന ചെറിയൊരു ക്രോം പോലത്തെ ഒരു സാധനമുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിലൊരു ബൾബ് വരും. പക്ഷേ എന്നാലും തൽക്കാലത്തേക്ക് വെച്ചെന്നേ ഉള്ളൂ. ഇനി അഴിക്കേണ്ടി വരും മിക്കവാറും. സ്റ്റീലിൻ്റെ സാധനങ്ങൾ അങ്ങനെ ഈ കപ്പിൽ വരുന്നു. പിന്നെ അതേപോലെ ബമ്പറിൽ വരുന്ന ഒരു റബ്ബർ. ഇതിന് പെയിൻ്റ് അടിക്കാനുണ്ടല്ലേ? ബ്ലാക്ക് അടിക്കാനുണ്ട്. ഇതൊക്കെ ബ്ലാക്ക് അടിക്കണമെന്നില്ല, തുടച്ചെടുത്താലും മതിയെന്ന് തോന്നുന്നു. ബ്ലാക്ക് അടിച്ച് പൊളിഞ്ഞു പോകത്തില്ല എണ്ണ? ഇല്ല. ഇത് ബമ്പറിൽ വരുന്ന ചെറിയ ചെറിയ പീസസ് ഈ ക്ലാമ്പിലൊക്കെ അടിക്കാം. അപ്പോൾ ഇനി നമ്മൾ ബമ്പർ വെക്കുന്നത് നോക്കാം. ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ബമ്പറിൻ്റെ ഇത് നോക്കാം വെക്കുന്നതൊക്കെ. ഇത് സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ വാങ്ങിച്ചല്ലേ നമ്മൾ? അത് സ്റ്റീൽ പ്ലേറ്റ് ചെയ്യിച്ചാണോ? പ്ലേറ്റ് ചെയ്യിച്ചതാണ് ഇവിടെ. ഇത് നോക്കാം. ഓക്കെ, സൈഡ് പീസാണ്. ഫ്രണ്ടിലാണോ ബാക്കിലാണോ? കണ്ടിട്ട് ബാക്കിലാണെന്ന് തോന്നുന്നത് അല്ലേ? ഇത് ഫ്രണ്ടില്, ഇത് ഫ്രണ്ടില്. ഇതാണ് ഇവിടെ ഒരു ഇതൊരു മോൾഡിങ്ങുള്ളൊരു വന്നത് ബാക്കിലാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലിരിക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. സീറ്റിംഗ് പൊസിഷൻ എന്ന് വെച്ചാൽ അംബാസഡർ കഴിഞ്ഞിട്ടേ ഉള്ളൂ സീറ്റിംഗ് പൊസിഷൻ. ഒരു രക്ഷയില്ല കേട്ടോ. ഡോർപാടും കാര്യങ്ങളൊക്കെ നോക്കി, ലെഗ് സ്പേസ് ഒക്കെ നോക്കി. ഇവിടെയൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റിംഗ് പൊസിഷനാണ് കേട്ടോ. ആ പണ്ടത്തെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും. ബെഞ്ച് സീറ്റ് ആണെങ്കിലും ഹെഡ് റെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സീറ്റിംഗ് പൊസിഷൻ രക്ഷയില്ല. ഇത് നോക്കി, ചാരി അങ്ങോട്ട് ഇരിക്കുക, ഇരുന്നങ്ങോട്ട് സുഖ യാത്ര ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത.